പി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ വീട്ടിൽ നിന്ന് വന്നിരുന്നു. അതിൽ മെയിനായിട്ട് വന്നത് ഈ ഒരു ടൈം പീരീഡാണ്. എല്ലാവരും പറഞ്ഞത് 5-6 കൊല്ലം പഠിച്ചാലേ നമുക്കൊരു പി എസ് സി ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നതൊരു അത്യാവശ്യമായിരുന്നു. എൻ്റെ അച്ഛനൊരു ഫാർമറാണ്. സോ കുറേ സമയം പഠിക്കുക എന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ നല്ല രീതിക്ക് പഠിക്കാൻ സാധിച്ചാൽ ഒരു 5-6 മാസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും എന്ന് എനിക്ക് എൻ്റെ പഠന രീതിയിലൂടെ മനസ്സിലാക്കുകയും 5-6 മാസത്തിനുള്ളിൽ തന്നെ വന്ന CPO എക്സാം അത്യാവശ്യം നല്ല റാങ്കിലൂടെ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ വരുന്നത് വണ്ടൂർ തിരുവാലി ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ വന്നിട്ടുള്ള CPO റാങ്ക് ലിസ്റ്റിൽ 42ാം റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ PSC സിക്ക് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഡിഗ്രി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിരിക്കുന്ന സമയത്ത് PG CUET ചെയ്യണമെന്ന്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടെ PG പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് ഈ CUETൻ്റെ എക്സാം കുറേ ലാഗാക്കി മാറ്റിയത്. അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് വന്നു. അപ്പോഴാണ് PSCക്ക് പഠിക്കാൻ പോകാമെന്ന് വീട്ടിൽ നിന്ന് കസിൻ വഴി വീട്ടിൽ അറിയുന്നത്. അങ്ങനെയാണ് ചേച്ചി പറഞ്ഞു, എയ്സ് എന്ന സ്ഥാപനമുണ്ട് മഞ്ചേരി. അതിലൂടെയാണ് എയ്സ് എന്ന സ്ഥാപനത്തിലേക്ക് ഞാൻ എത്തിയത്. ഈ സമയത്തും PG എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ ഡിസ്റ്റൻസായി എടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് PSCയും PG രണ്ടും കൂടിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു സാധനമല്ല എന്ന്. അതിൻ്റെ ഭാഗമായിട്ട് PG വല്ലാതെ ഗൗനിക്കാതെ PSC മാത്രമായിട്ട് പഠനം ശ്രദ്ധിക്കുകയായിരുന്നു. PSCയിലേക്ക് വരുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ എനിക്ക് വന്നിരുന്നു. അതായത് 6-7 വർഷം പഠിച്ചാൽ PSC കിട്ടൂ എന്ന് ഫാമിലിയിൽ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നതൊരു അത്യാവശ്യമായിരുന്നു. എൻ്റെ അച്ഛനൊരു ഫാർമറാണ്. സോ കുറേ സമയം പഠിക്കുക എന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല. നേരെ PSCയിലേക്ക് എത്തുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഇതധികം പഠിക്കാനൊന്നുമില്ല. ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് മനസ്സിലായി ഇതെല്ലാവരും പറയുന്ന പോലെ ഒരു സംഭവമല്ല എന്ന്. ഇതെനിക്ക് തെളിയിക്കാൻ പറ്റിയത് എൻ്റെ 2ാമത്തെ എക്സാമിലൂടെയാണ്. ആദ്യത്തെ എക്സാം എന്നത് ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. അതിൻ്റെ റാങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കയറാൻ പറ്റിയിരുന്നില്ല. ഞാൻ എൻ്റെ 21ാം വയസ്സിലായിരുന്നു ഈ CPO എന്ന എക്സാം എഴുതുകയും അതിൽ 42ാം റാങ്ക് നേടാൻ പറ്റിയതും. ഈ എക്സാമിലേക്ക് എനിക്ക് വേണ്ടിയിരുന്ന സമയം എന്ന് പറഞ്ഞത് 5 മാസത്തിൽ ഏകദേശം 5 മാസമൊക്കെ ആയിരുന്നു. ഈ സമയത്തിൽ PSCയുടെ ഏകദേശം സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കാനും റിവിഷൻ ഓട്ടം ചെയ്യാനും എന്നെക്കൊണ്ട് സാധിച്ചിരുന്നു. എൻ്റെ സ്റ്റഡി പ്ലാൻ എല്ലാവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അതായത് എല്ലാവരും കമ്പൈൻ സ്റ്റഡിയിൽ കൂടിയാണ് പഠിക്കാൻ ഇരുന്നിരുന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. എയ്സിലെ എക്സാം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. അതേപോലെ എയ്സിൽ നിന്ന് കിട്ടിയ ഒരു സൗഹൃദം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവരിൽ ഒരു 5 പേരായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അവരൊക്കെ ഏകദേശം ഇപ്പോൾ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇവരുടെ ഹെൽപ്പ് നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതാണ്, നമ്മൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സാധനം വേണം ഫസ്റ്റ് തുടങ്ങാൻ. അതായത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത് ഇംഗ്ലീഷ് എന്ന വിഷയമായിരുന്നു. ഇംഗ്ലീഷ് ഞാൻ നല്ല രീതിക്ക് ഫോക്കസ് കൊടുത്തത് കൊണ്ടാണ് CPOയിൽ ഇംഗ്ലീഷിൽ ഏകദേശം ഫുൾ മാർക്ക് എനിക്ക് നേടാൻ പറ്റിയിരുന്നു. എൻ്റെ സ്റ്റഡി ടൈം കുറച്ച് വ്യത്യസ്തമാണ്. വേറൊന്നുമല്ല, എൻ്റെ അച്ഛനൊരു കൃഷിപ്പണിക്കാരനാണ്. സോ കുറേ സമയം അച്ഛനെ ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും എക്സാം ആവുന്ന സമയമായിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും നന്നായി പഠിക്കാൻ പറഞ്ഞിരുന്നു. ഏകദേശം 1 മാസത്തോളം എനിക്ക് പഠിക്കേണ്ട എല്ലാ സപ്പോർട്ടും വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് തന്നിരുന്നു. അതായത് ഒരു പണിക്ക് പോലും എന്നെ വിളിച്ചിരുന്നില്ല. ഈ സമയത്ത് എനിക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു, നന്നായി പഠിക്കാൻ പറ്റിയിരുന്നു. ഈ 1 മാസം എനിക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠനം തന്നെയായിരുന്നു. ഇതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ റാങ്ക്. ഈ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ ഫാമിലി വളരെ ഹാപ്പിയാണ്. കൂടാതെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകളുണ്ടാവും നമ്മളെ തളർത്താനൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഗൗനിക്കരുത്. ഈ കുറേ പേര് പറയുന്നത് കുറേ സമയം പഠിക്കണം എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു എന്നെ കൂടുതലായിട്ട് ചോദിച്ച ചോദ്യം എന്നോട് ഇതായിരുന്നു, കുറേയൊക്കെ പഠിച്ചാലേ PSC കിട്ടുള്ളൂ എന്നത്. എന്നാൽ എനിക്ക് ഒരു 6 മാസത്തിൻ്റെ ലാഗ്, ഇത് ഞാൻ പിന്നെയും പറയാൻ കാരണം ഇതെൻ്റെ ചിന്താഗതി മാറ്റിമറിച്ചൊരു സംഭവം ആയതുകൊണ്ടാണ്. ഒരു 6 മാസത്തെ ഗ്യാപ്പ് കൊണ്ടാണ് ഈ ഒരു റാങ്ക് എനിക്ക് നേടാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, എത്ര സമയം പഠിച്ചു എന്നതൊന്നും ആരും ചോദിക്കാൻ വരുന്നില്ല. നമ്മൾ എങ്ങനെ പഠിച്ചു അത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ചെറിയ സമയത്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുക, അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എനർജി തരുന്നതാണ്. ഇപ്പോൾ തന്നെ എനിക്ക് അടുത്ത എക്സാമിൽ പഠിക്കാനുള്ളൊരു പ്രചോദനം കൂടിയായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു റാങ്കിൽ
നിങ്ങളോട് പറയാൻ എനിക്ക് അവസാനമായിട്ടുള്ളത്, നന്നായി പഠിക്കണം. നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ കയറണം. കാരണം കോമ്പറ്റീഷൻ എപ്പോഴും കൂടുകയുള്ളൂ. ഇപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് മാക്സിമം ആളുകളുടെ എണ്ണം കുറയ്ക്കാനാണ് ഗവൺമെൻറ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. നല്ല റാങ്കിൽ നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമാണ് ഇപ്പോൾ ഒരു ജോലി എന്നത് നടക്കുള്ളൂ.